ജോപ്പോൾ അഞ്ചേരി ചേരുന്നുണ്ട്. ഒപ്പം ശ്രീ ജോപ്പോൾ അഞ്ചേരി, നമസ്കാരം. ചാത്തുണ്ണി മാഷിന്റെ പരിശീലനത്തിൽ ഈ ഫുട്ബോൾ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജോപ്പോൾ അഞ്ചേരി എന്ന ഒരു കായിക താരത്തെ വാർത്തെടുക്കുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ച ഒരു പരിശീലകനാണ്. ആ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും സാറ്, ഞാൻ കോളേജ് ഇതിൽ പഠിക്കുമ്പോൾ സാറായിരുന്നു കേരള ടീമിന്റെ കോച്ചായിരുന്നു. അന്ന് തൊട്ടുള്ള ഒരു പരിചയമാണ്. 88 മുതൽ സാറ് കോളേജിന്റെ കോച്ചായിരുന്നു. അന്ന് തന്നെ ആ അണ്ടറിൽ കളിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഒരുപാട് നല്ല ട്രെയിനിങ്ങുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. പിന്നെ സാറിന്റെ ക്യാരക്ടറും ഇതൊക്കെ വെച്ച് നോക്കിയാൽ അത് ഫുട്ബോളിനും വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ളൊരു സാറാണ്. കാരണം അത് പ്ലേയേഴ്സുകളെ എങ്ങനെ വാർത്തെടുക്കാം, പ്ലേയേഴ്സുകളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, അതൊക്കെയാണ് സാറിന്റെ ഒരു ക്വാളിറ്റീസ്. കാരണം അതായത് ആ ഷൗട്ടിങ്ങിൽ തന്നെ നമുക്കറിയാൻ പറ്റും ആൾ എത്രമാത്രം ആത്മാർത്ഥത്തോടു കൂടിയാണ് നമ്മളെ ടീമിനെ കാണുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം, ഞാൻ പോലീസ് ടീമിൽ കളിച്ചിട്ടില്ലേ, പക്ഷെ പോലീസ് ടീമിനെ അന്ന് വിജയത്തിലേക്ക് നയിച്ചതും സാറിന്റെ അണ്ടറിലായിരുന്നു. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സാറ് നല്ലൊരു ബന്ധം കൂടിയാണ്. സാറ് ഇപ്പൊ ഇത്ര നാളുകളായിട്ടും ഈവൻ സാറ് കുറച്ച് ആ സ്ട്രോക്കായി കിടക്കുന്നതിന് മുമ്പ് വരെ എന്നോട് വളരെ അതേപോലെ സംസാരിച്ചിരുന്നു. കാര്യങ്ങൾ, കളിയുടെ കാര്യങ്ങളും അതുപോലെ കോച്ചിങ്ങിന്റെ കാര്യങ്ങളും. പക്ഷെ സാറ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് സാറിന്റെ ഒരു കാലിബർ. അതാണ് എപ്പോഴും പഴയ ബന്ധങ്ങൾ കൊണ്ട് നടക്കാനും സാർക്ക് ഇതുവരെ കഴിഞ്ഞിരുന്നു. ആ സ്ട്രോക്കിന് ശേഷമാണ് സാറ് ഫോണിലൊക്കെ നിർത്തി ആയത്. സാറ് അണ്ടറിൽ എനിക്ക് ഇവിടെ കളിക്കാൻ പറ്റിയ നല്ലൊരു സാഹചര്യമായിരുന്നു. അതുപോലെ FC കൊച്ചിയിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രണ്ടു വർഷം സാറ് കൂടെ അണ്ടറിലായിരുന്നു FC കൊച്ചിയിൽ. അവിടെയും കളിക്കാനുള്ള അവസരം നമുക്ക് കിട്ടി നല്ലപോലെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ത്യക്ക് കളിക്കാനൊക്കെ അത് ക്ലബ് ലെവലിലുള്ള പരിശീലനങ്ങളാണ് നമുക്ക് ഇന്ത്യൻ ലെവലിലേക്ക് കൊണ്ടുവന്നത്. അത് സാറിന്റെ അണ്ടറിലുണ്ടായിരുന്നു, അത് തന്നെയാണ്. പക്ഷെ എന്തായാലും ഈ യോഗം ആർക്കും പെട്ടെന്ന് ഫുട്ബോൾ പ്രേമികൾക്ക് പെട്ടെന്ന് ദഹിക്കില്ല.